ഹലോ, വെൽക്കം ടു റീൻസ് അക്കാഡമി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പുതിയ മോണിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം അൺബോക്സിംഗ് ചെയ്യുന്നത് ഒന്ന് കണ്ടിട്ട് വരാം. ഫോട്ടോഗ്രാഫർ മോണിറ്റർ ബെൻക്യുവിന്റെ SW272Q എന്ന് പറയുന്ന 27-ഇഞ്ച് മോണിറ്റർ ആണ്. വലിയൊരു പെട്ടിയിലാണ് സാധനം കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ വിലയും മറ്റ് സ്പെസിഫിക്കേഷൻസും ഒക്കെ പറയാം. അൺബോക്സിംഗ് തുടങ്ങുകയാണ്. ഓക്കെ, സംഭവമേ ഉള്ളൂ. നമ്മൾ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ഓപ്പണിംഗ് ആണിത്. ഇവിടെ ഒരു ലെറ്റർ ഉണ്ട്. AQ കളർ സർട്ടിഫിക്കേഷന്റെ അതുപോലെ തന്നെ ലാം വെരിഫിക്കേഷന്റെ ഒക്കെ ഒരു ലെറ്റർ ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ലെറ്റർ അത് അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്കിത് ഓപ്പൺ ചെയ്യും. അടുത്ത ബോക്സ് ഓപ്പൺ. ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ കുഞ്ഞു ബോക്സ് ആണ്. ഫസ്റ്റ് ഈ ബോക്സ് ആണ്. ഇതിനകത്ത് എന്താ നോക്കാം, ഒന്നുമില്ല ആക്ച്വലി. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ തോന്നുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇതാണ്. നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇത് ലെഗ് ആണ്. ഓക്കെ, ഇതാണ് ബേസ്മെന്റ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇതിന്റെ പുറത്ത് നോക്കിയാൽ നമുക്ക് ഫോട്ടോ ക്യൂയുടെ ഒരു എൻഗ്രേവിംഗ് കാണാം. ആൻഡ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. 27U-നും Q-നും ഒരേ സ്റ്റാൻഡാണ്. അടുത്ത ഐറ്റം ഐ തിങ്ക് ഇത് ഹുഡ് ഷീൽഡിന്റെ പാർട്ടാണ്. അത് ബാക്കാ എന്തോ ഒരു സംഭവമുണ്ട്. ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. ഇങ്ങനെ നമുക്ക് പിടിക്കാൻ തന്നിട്ടുള്ള ഈ സാധനം നമ്മൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ എടുത്ത് റിലീസ് ചെയ്ത് വെളിയിലേക്ക് വെക്കണം. അല്ലെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റില്ല. അൺബോക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടാസ്ക് ഉണ്ട്. ഇതിനകത്ത് എന്തോ ചാടി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാനൽ. ഇങ്ങനെയാണ് നമ്മള് ഇതിനകത്ത് ഫസ്റ്റ് പാനൽ ഓപ്പൺ ചെയ്താൽ കിട്ടുന്ന സംഭവം കേട്ടോ. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള സംഭവം ഇത് അടിപൊളി സംഭവമാണ്. ക്ലീനിങ് ക്ലോത്ത് ആൻഡ് ബാറ്ററി. 2 ബാറ്ററി ഉണ്ട്. AA ബാറ്ററി ആണ്, AA ബാറ്ററി. അതിന്റെ വാറന്റി ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി സ്റ്റേറ്റ്മെന്റ് ബോക്സ്. ആൻഡ് ഇതിനകത്ത് ബാക്കിയുള്ളത് കേബിൾസ് ആണ്. C2C കേബിള്, DP to USB കേബിള്, ഡബിൾ HDMI ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കേബിള്, HDMI to mini HDMI കേബിള് ആൻഡ് പവർ കേബിൾ. ആൻഡ് ഇതാണ് ഇതിലെ ജൈജാന്റിക് സാധനം എന്ന് പറയുന്നത്, ഹോക്കി പക്ക് G3. അപ്പ ഇതൊരു സംഭവമാണ്. ഈ വേർഷനിൽ വരുമ്പോ ഇത് വയർലെസ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. അടുത്ത ഐറ്റം ബേസ് ആണ്. Look at that. ഇവിടെ ഫോട്ടോന്റെ ഒരു എൻഗ്രേവിങ് ആൻഡ് നല്ലൊരു ലെതർ ഫിനിഷ്. ഫ്ലാറ്റ് ആണ്. ഷേപ്പ് ഒക്കെ അടിപൊളി. നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവിടെ ഇതിന്റെ ലോക്കാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇങ്ങനെ വെക്കുന്നു.
സ്ക്രൂ ചെയ്യുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. കണ്ടാ ലോക്കായി. ഇവിടെ കേബിൾ മാനേജ് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അവർ സ്റ്റാൻഡ്. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. നല്ല വെയിറ്റ് ആണ് കേട്ടോ സംഭവം. നല്ല ഉറപ്പുള്ള ഒരു സാധനം തന്നെയാണ്. അതിന്റെ കണക്ടിവിറ്റി സംഭവം ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാനൽ ഇനി പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. മോണിറ്റർ മെയിൻ പാനൽ ഇവിടെ പ്ലേസ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ബോക്സിൽ 2 കാര്യങ്ങളാണ് ബാലൻസ് ഉള്ളത്. ഒന്ന് പാനലാണ്, മറ്റൊന്ന് ഹുഡാണ്, ഷീൽഡ് ഹുഡ്. ഷീൽഡ് ഹുഡിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഡ് പാനല് ലെഫ്റ്റോ റൈറ്റും ആണ്. സൈഡ് ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും. ടോപ്പ് ആയിരിക്കാം, സൈഡ് ബാലൻസ്, ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഓക്കേ, അപ്പൊ ഇതാണ് നമ്മുടെ പാനൽ ഫൈനൽ പ്രോഡക്റ്റ്. വെയിറ്റ് ഇല്ല കേട്ടോ, ഞാൻ നല്ല വെയിറ്റ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, ഇതിന്റെ പുറത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, ഹുഡ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ഇതെങ്ങനെ പാനൽ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. പാനൽ സെറ്റ് ചെയ്യാൻ ഇത് പാനൽ എടുക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് 2 ബക്കിൾ കാണാം. അത് ഇവിടെ കണക്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ, ഹൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, സിമ്പിൾ ആണ്. ഹൈറ്റ് അതുപോലെ തന്നെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ സംഭവം പറിച്ചു കളയണം. അയ്യോ, ഒരു ബോക്സ് ആണ്, ഒരു രക്ഷയില്ലാത്ത ബോക്സ്. പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം പാക്കിംഗ്. ബാക്കി ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ പുറത്ത് കളഞ്ഞ കാര്യങ്ങളൊക്കെ. ഇത്രയാണ് ഇതിന്റെ അൺബോക്സിംഗ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. ഇനി ഞാനിതൊന്ന് സ്റ്റുഡിയോയിൽ സെറ്റ് ചെയ്യട്ടെ. ഇതാണ് എന്റെ റൂം. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, താൽക്കാലികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡറി മോണിറ്റർ MSIയുടെ ഒരു മോണിറ്ററാണ്. എന്റെ ബെൻക്യൂടെ മറ്റേ മോണിറ്റർ അടിച്ചു പോയതാണ് ഗൈസ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പിന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ളത്. എന്റെ പ്രൈമറി മോണിറ്റർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വാക്വത്തിന്റെ സിൻഡിക് പ്രോ ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ മോണിറ്റർ. പിന്നെ ഇതിന്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് കളയണം. തിരിക്കാനും മറിക്കാനൊക്കെ വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് ഇതിന്റെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇതിന് തന്നെ ഹൈഡ്രോളിക്കാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല വെയിറ്റ് ആണ്, വെച്ചെടുത്തിരിക്കും. നല്ല വെയിറ്റ്. അൺബോക്സിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് വിയർത്തൊരു പരിവായി. ഇവിടെ AC ഇല്ല, അതിനകത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല. ഷൂട്ട് ചെയ്യാനൊക്കെ കൂടെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സ് വരാതിരിക്കാൻ വേണ്ടി ഫാൻ ഇട്ടില്ല. വിയർത്തൊരു പരിവായി. ബെൻക്യൂടെ 272Q എന്ന് പറയുന്ന മോഡലാണ്. അപ്പൊ ഇനി ബാക്കി ഇതൊന്ന് സെറ്റപ്പ് ആക്കട്ടെ, അവിടെ കൊണ്ടുവയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകാം. പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇരുന്നിട്ട് പറയാം. പയ്യ അൺബോക്സിങ് അത്യാവശ്യം നല്ല ടാസ്ക് തന്നെ ആയിരുന്നു. ബോക്സ് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ പാനൽ അതിന് മാത്രം വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ സ്റ്റാൻഡ് ഒട്ടുക്കത്തെ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഇനി ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആ മോണിറ്റർ. ഹുഡൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നു കേട്ടോ. കേബിൾ മാനേജ്മെൻ്റ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. താഴത്തെ ടോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയില്ലേ, അത് ഈ ബാക്കിലെ ടോപ്പായിരുന്നു കേട്ടോ, ഈ ഹുഡായിരുന്നില്ല. ഹുഡ് ഇത്രയേ ഉള്ളൂ. ഒരു 5 പീസ് സാധനമാണ് ഇതുണ്ടായിരുന്നത്. 2 സൈഡ് ടോപ്പിൽ ഈ ഒരു ആംഗിൾ കൊടുക്കുന്നത് ഈ ഒരു സംഭവം. ഇവിടെ നമ്മളുടെ കാലിബ്രേഷൻ ഡിവൈസ് വെക്കാനുള്ള ഒരു ഹോള് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാലിബ്രേഷൻ ഡിവൈസ് ഹോൾഡ് ചെയ്യാം. സംഭവമുണ്ട്, ഞാനത് കണക്ട് ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാലിബ്രേഷൻ ഡിവൈസൊക്കെ നേരത്തെ എൻ്റെ കയ്യിലുള്ളതാണ്. കാലിബ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി ഇതിനകത്ത് കേട്ടോ.
ഫാക്ടറി കാലിബ്രേറ്റഡ് ആണ്. ഇനി സോഫ്റ്റ്വെയർ കാലിബ്രേഷൻ ആവശ്യമുള്ളൂ. SW സീരീസിന്റെ പ്രത്യേകത അതാണ്. അപ്പോൾ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, റേറ്റ് ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് SW27Q എന്ന് പറയുന്ന മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. Q എന്ന് പറയുന്നത് 2K റെസൊല്യൂഷൻ ആണ്. ഇതിന്റെ ഒരു U മോഡലും കൂടെ ഉണ്ട്. സംഗതി എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ റെസൊല്യൂഷൻ 4K ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കളർ പ്രൊഫൈൽ ഉണ്ട്, ദാറ്റ് ഇസ് ഡിസ്പ്ലേ P3, അത് 99% ആണ്. ഇതിനകത്ത് ക്യൂക്കകത്ത് ഇതിന്റെ 98% ആണ്. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ അതിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന 1-2 ഓപ്ഷൻസ് കൂടെ ഉണ്ട്. SW27Q 27 ഇഞ്ച് 2K റെസൊല്യൂഷൻ, Adobe RGB സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 90 വാട്ട്സിന്റെ USB-C സപ്പോർട്ട് ഉണ്ട്. ഇത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിനകത്ത് ചാർജിങ് കൂടെ സംഭവിക്കും എന്നുള്ളതാണ് കേട്ടോ. പ്രോ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് മോണിറ്റർ. ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മോഡലിലേക്ക് എത്തുന്നത്. PD സീരീസ് എടുക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ കുറേ ഫ്രണ്ട്സ് ഈ PD സീരീസ് മോണിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ അതിനേക്കാൾ ബെറ്റർ ഫോട്ടോഗ്രാഫർ മോണിറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറയുന്ന മോണിറ്ററാണ് SW സീരീസ് മോണിറ്ററുകൾ. ഇതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന വേർഷൻ 271, 270 എന്നൊക്കെ പറയുന്ന മോഡലായിരുന്നു. ഇത് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അത് 2023 റിലീസ് ചെയ്തിട്ടുള്ള ജൂണിലൊക്കെയാണ് ഇത് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫറുടെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രിൻ്റർ, ഇതിനകത്ത് ഒരു മൊഡ്യൂൾ തന്നെ ഉണ്ട്. പ്രിൻ്റ് റെഡി എന്ന് പറയുന്ന മൊഡ്യൂളല്ല, ഒരു കളർ പ്രൊഫൈൽ തന്നെ ഉണ്ട് പ്രിന്റിന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ ടു പ്രിന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ, അതൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായിട്ട് വരും. ഫൈൻ കോട്ടിംഗ് പാനലാണ്, TUV സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ AQ കളർ ട്രസ്റ്റഡ് കളേഴ്സ് ആണ്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാരണം മാക്കിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന അതേ ഒരു പെർഫെക്ഷൻ കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ചിരുന്ന എൻ്റെ പ്രൈമറി മോണിറ്റർ എന്ന് പറയുന്നത് വാക്വം സിൻഡിക് ആണ്. വാക്വം സിൻഡിക് എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ളതാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വർക്കുകളും അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിനേക്കാൾ വളരെ ബെറ്ററാണ് പ്രൊഫഷണൽ മോണിറ്റർ ആയതുകൊണ്ട് തന്നെ. പിന്നെ അതെ, പാൻഡോൺ സർട്ടിഫിക്കേഷൻ ഉണ്ട്, പാൻഡോൺ വാലിഡേഷൻ ഉണ്ട്, വാലിഡേറ്റഡ് മോണിറ്റർ ആണ്, കാൽമൻ സർട്ടിഫിക്കേഷൻ ഉണ്ട്, വെരിഫൈഡ് ആണ്, കാൽമൻ റെഡി ആണ്. കാൽമൻ റെഡി എന്നൊക്കെ പറയുന്നത് ഈ കളറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അത് നമ്മൾ ഇത് അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഡിവിജ്വൽ കാലിബ്രേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ട്. ഫാക്ടറി കാലിബ്രേറ്റഡ് ഡിസ്പ്ലേ ആണ്. നമുക്ക് ഹാർഡ്വെയർ കാലിബ്രേഷനും ചെയ്യാം, സോഫ്റ്റ്വെയർ കാലിബ്രേഷനും ചെയ്യാനായിട്ട് സാധിക്കും ഈ മോണിറ്ററിനകത്ത്. പാലറ്റ് മാസ്റ്ററിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. കളർ മാനേജ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവരുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിബ്രേഷൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വെബ് ബേസ്ഡ് ആയിട്ടുള്ള SRGB 100% ആണ്. പുതിയ കളർ സ്പേസ് DCI P3 ആണ്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റീടച്ചിങ് ആൻഡ് ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള Adobe RGB സപ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം ഈ മോണിറ്റർ തരുന്നുണ്ട്. അറ്റ് എ ടൈമിൽ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ആയിട്ട് SRGB എങ്ങനെയുണ്ട്, Adobe RGB എങ്ങനെയുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. P3 കളർ സ്പേസ് സപ്പോർട്ടിംഗ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ പ്രൊഫൈലാണ്, സിനിമയിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന കളർ പ്രൊഫൈലാണ്. വീഡിയോ ഫോർമാറ്റിനുള്ള സപ്പോർട്ടും കൂടെ ഉണ്ട്. SDA to HDMI ഡിവൈസ് കോമ്പാക്റ്റബിലിറ്റി ഒക്കെ, അതുപോലെ തന്നെ HDR10 സപ്പോർട്ടാണ്. ക്രോമ സപ്പോർട്ടിൽ 4:4:4 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഹൈ എൻഡ് ക്യാമറകളിലൊക്കെ വരുന്ന 4:4:4 സപ്പോർട്ടാണ്. വർക്ക് എൻവയോൺമെന്റ് എഫിഷ്യൻസി ഇതിനകത്ത് പറയുന്നത് അതെ, ഹോട്ട് കീ പഗ് G3 എന്ന് പറയുന്ന സാധനമാണിത്. ഇത് മുമ്പത്തെ വേർഷനിലൊക്കെ ഇത് വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നതായിരുന്നു. ഇതിപ്പോൾ വയർലെസ് ആയിട്ടുണ്ട്. IR സിഗ്നലൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ബട്ടൺസ് കാണാം നിങ്ങൾക്ക്. 1, 2, 3 എന്ന് പറയുന്ന ബട്ടൺസ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പിക്ചർ പ്രൊഫൈലിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ SRGB, Adobe RGB, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിലേക്ക് സ്വിച്ച് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ഇവിടെ ഇൻഫോ പാനൽ ഉണ്ട്. ഇൻഫോ പാനലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബ്രൈറ്റ്നസ്സോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഡയലിലും നമുക്കൊരു സാധനം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ബ്രൈറ്റ്നസ് ആണെങ്കിൽ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആൻഡ് ഒരേ സമയത്ത് നമുക്ക് 3 കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്ത് വെക്കാം. അതിനകത്തുള്ള ഒരു സ്വിച്ചും കൂടെ ഇത് ഉപയോഗിക്കാം. ആ, ഇതൊരു ജൈജാൻറ്റിക് സാധനമാണ് കേട്ടോ. അടിപൊളി സാധനമാണ്. ഇതിപ്പോൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനകത്തൊരു ബാറ്ററിയാണ്, ഒന്നല്ല 2 ബാറ്ററി ഉണ്ട്. ട്രിപ്പിൾ എ ബാറ്ററി, 2 ട്രിപ്പിൾ എ ബാറ്ററി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ പറയുന്നത്. ഇതിൻ്റെ കൺട്രോൾ വെച്ചിട്ട് ഡയലിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് മാറ്റാം. ഈ ഡയൽ ഉപയോഗിച്ച് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഫോ കീ ഉപയോഗിച്ച് ഇതേ ഇൻഫർമേഷൻസ് കിട്ടും. ഇത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ചേഞ്ച് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് പ്രൊഫൈലുകൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഈ അടുത്ത കാലത്ത് ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. നമ്മൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ മറ്റുള്ളതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് sRGBയിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റേത് Adobe RGBയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രിൻറ്റിങ് ഹൈ ക്വാളിറ്റി പ്രിൻറ്റിങ്ങിലൊക്കെ Adobe RGBയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിലേക്കൊക്കെ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. സോ ആ ഒരു പ്രശ്നം സിമ്പിളായിട്ട് ഈ ഒരു സാധനം സോൾവ് ചെയ്യുന്നുണ്ട്. എനിക്കിതിൽ ഈ സെറ്റിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇനി എൻ്റെ ഒരു കമ്പ്യൂട്ടറും കൂടെ ഇതിൽ കണക്ട് ചെയ്യാൻ, ലാപ്ടോപ്പും കൂടെ ഫുൾ ടൈം എനിക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ 2 കമ്പ്യൂട്ടറിനെ എനിക്ക് സ്വിച്ച് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ USB-C കാർഡ് റീഡർ, OST സപ്പോർട്ടൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺ ജാക്കൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് സൗണ്ടൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ള സാധനമാണ് ഷെയ്ഡ് ഹുഡ് എന്ന് പറയുന്ന സാധനം. ഷെയ്ഡ് ഹുഡ് അടിപൊളി സംഭവമാണ്. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ ഇത്രയും വലിപ്പമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഈ ഷെയ്ഡ് ഹുഡ് ഉണ്ട്. എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാര്യം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓഫ് കോഴ്സ് ലൈറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്, മറ്റ് ലൈറ്റുകളുണ്ട്, ഇപ്പുറത്തുനിന്ന് വരുന്ന ലൈറ്റ്, ഇപ്പുറത്തുനിന്ന് വരുന്ന ലൈറ്റ്, കളർ ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇതൊന്നും മോണിറ്ററിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നേരത്തെ ഇതെല്ലാം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല മാറ്റ് ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് റിഫ്ലക്ഷൻ ഒട്ടുമില്ല. ഇവരുടെ മുമ്പത്തെ വേർഷനകത്ത് കുറച്ച് ലൈറ്റ് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഒട്ടും ലൈറ്റ് റിഫ്ലക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഏത് കളർ ഷർട്ട് ഇട്ടിട്ട് വരാൻ ഇനി. അപ്പം അത്രയൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്. ഇതിൻ്റെ വില 70,000 ആണ്. 70,000 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. 72,000 ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്ന പ്രൈസ്, ആമസോണിൽ കണ്ടിട്ടുണ്ടായിരുന്ന പ്രൈസ്. ഞാനിത് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ നിമ്മീസൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ച സമയത്ത് 64 പറഞ്ഞത്. എനിക്ക് പക്ഷേ അവിടുന്ന് എടുക്കാൻ പറ്റിയില്ല. കാര്യം EMI ഓപ്ഷനിൽ എടുക്കാനേ നമുക്ക് ഈ കറൻ്റ്ലി നിർവാഹമുള്ളൂ. പക്ഷെ അവിടുത്തെ ബജാജ് എൻ്റെ ഇതനുസരിച്ചിട്ട് എനിക്ക് നല്ലൊരു എമൗണ്ട് IP അടക്കണം, പിന്നെ അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത് രണ്ടും അപ്ലിക്കബിൾ അല്ലായിരുന്നു. അത് കാരണം ഞാൻ കുറേ കാലമായിട്ട് നീട്ടി വെച്ച് കൊണ്ടുവരുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ കണ്ട സമയത്ത് ഞാൻ കയറി ചാടി ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല ഓഫറിൽ കിട്ടി. 62 സംതിങ്ങിന് എനിക്ക് കിട്ടി. കറൻ്റ്ലി ഇറ്റ്സ് നോട്ട് അവൈലബിൾ. അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആമസോണിൽ. ഓക്കെ, അതും കൂടെ ഞാൻ കാണിക്കാം. ആമസോണിനകത്ത് 4.7 റിവ്യൂ ഉള്ള പ്രോഡക്റ്റാണ്, 45 റേറ്റിംഗ് ആണ്. ഇതിൻ്റെ 3 മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 24 ഇഞ്ചാണ്. 24 ഇഞ്ച് 36 സംതിങ്ങിൽ കിട്ടും. 24 ഇഞ്ച് 2K റെസൊല്യൂഷനാണ് വരുന്നത്. 99. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. P3 സപ്പോർട്ടും ബാക്കിയെല്ലാം ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ അത് 24 ഇഞ്ചാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്ത വേരിയൻ്റ് ആണ് Q മോഡൽ, 27 ഇഞ്ച് Q മോഡൽ. ഞാൻ പർച്ചേസ് ചെയ്ത മോഡൽ ഇത് 2K റെസൊല്യൂഷനാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ അതുപോലെ തന്നെ. മറ്റൊരു മോഡൽ എന്ന് പറയുന്നത് U മോഡലാണ്, അൾട്രാ HD. ഇത് 4K റെസൊല്യൂഷനാണ്. ഇതിൻ്റെ റേറ്റ് കണ്ടോ, 159 ഉണ്ട്. അത് 24% ഓഫർ ഉണ്ട്. നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് ലോക്കൽ മാർക്കറ്റിലും കൂടെ റേറ്റ് അന്വേഷിക്കുക. നമ്മൾ വെബ്സൈറ്റിൽ കണ്ട ഡീറ്റെയിൽ തന്നെ. റെഡി ടു പ്രിന്റ് കൺസിസ്റ്റൻസി ആൻഡ് വാട്ട്സ് ആൻഡ് ഹോട്ട് കീ പഗ് എല്ലാവരും നല്ല റിവ്യൂ തന്നെ ഇട്ടിട്ടുള്ളത്. എൻ്റെ റിവ്യൂ ആമസോണിലുള്ള റിവ്യൂവും അതുപോലെ തന്നെ യൂസ് റിവ്യൂ 1 മന്ത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂവും കൂടെ പറയാം. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ കാലിബ്രേഷൻ ഡിവൈസ് ഒന്നും കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ടില്ല. കാലിബ്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്.
സോഫ്റ്റ്വെയർ കാലിബ്രേഷൻ മതി. SW സീരീസിൻ്റെ പ്രത്യേകത അതാണ്, സോഫ്റ്റ്വെയർ കാലിബ്രേഷൻ മതി. ഹാർഡ്വെയർ കാലിബ്രേഷൻ ഓൾറെഡി ചെയ്തതാണ്, അപ്പോൾ സോഫ്റ്റ്വെയർ കാലിബ്രേഷൻ്റെ ആവശ്യമില്ല. എന്നാലും അതും കൂടെയൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ചുകൂടി വർക്ക് ഫ്ലോ ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് എൻ്റെ വർക്ക് ചെയ്യുന്നതിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂ ഞാനൊരു 1 മന്തിന് ശേഷം ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.